Ready with me for എക്സാം ആണ് ഗൈസ്. ഇന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് വർക്ക് എക്സ്പീരിയൻസും മ്യൂസിക്കൊക്കെയാണ്. കുഴപ്പമില്ല. സൺസ്ക്രീൻ എല്ലാവരെയും പറയുന്നുണ്ടായിരുന്നു ഞാൻ എല്ലാ വീഡിയോയിലും ഒരു ക്രീം തന്നെ കാണിക്കുന്നു. ഇതിന് അന്യം ക്രീമുകളൊക്കെ മാറ്റി പിടിച്ചിട്ടുണ്ട്. സൺസ്ക്രീൻ എടുത്തിട്ടുണ്ട് ഗൈസ്. സൺസ്ക്രീൻ തീരാറായി ഗൈസ്. കണ്ട അവസ്ഥ ഇത്രയ്ക്ക് തീർന്നിട്ടുള്ള എന്നാലും തീരാറായി. ഇത് BB ക്രീം കണ്ട ഗൈസ്. ഡെയിലി ക്രീമാണ്. അതെ, ഇത് ഫൗണ്ടേഷൻ അല്ല കേട്ടോ, ഇത് ഡെയിലി ക്രീമാണ്. രണ്ടും കൂടി മിക്സ് ചെയ്ത് ആക്കിയിട്ട് വേസ്റ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ മൈലാഞ്ചിട്ടത് എങ്ങനെയുണ്ടെന്ന് പറയണേ. എൻ്റെ ചേച്ചിട്ടതാണ്. എൻ്റെ മുടി നോക്കണ്ട, തല അഴിക്കിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഐലൈനർ വെച്ചിട്ടാണ്. കാണുന്നുണ്ടോ എനിക്ക്? ഞാൻ വേറെ ഒന്നിലും ഇത്രയും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. കണ്ടിട്ട് കഴിഞ്ഞു. വീണ്ടും ഐലൈനർ എടുക്കണം. പൊട്ടത്തോളായി. ഞാൻ ഐലൈനർ ശരിയാണ് പൊട്ടോളാ ഗൈസ്. കണ്ടാൽ മാത്രം പോരട്ടെ, ലൈക്ക് കൂടി ചെയ്യണം. എല്ലാം വെറുതെ കണ്ടു പോകും, ലൈക്ക് ചെയ്യില്ല. നമുക്ക് ചെറിയൊരു ടച്ചപ്പിന് വേണ്ടിയിട്ട് ലിപ്സ്റ്റിക് ഇടാം. ഒരു പൊട്ട് മേളിലൂടെ ഉണ്ടോ?
ഗൈസ് വീഡിയോയിലുണ്ടായപ്പോൾ മനസ്സിലാവില്ല, പക്ഷെ ഇവിടെ കുറേ ഉണ്ട്. മനസ്സിലാവുന്നുണ്ട് ഇത്തിരി. ഓക്കെ ഗൈസ്, ഞാനിപ്പോൾ ചീപ്പ് എടുത്തിട്ട് വരാം. ചീപ്പ് എടുത്തിട്ടുണ്ട് ഗൈസ്. മുടി വെച്ചിട്ട് വരാവേ. മുടി വെച്ചിട്ടുണ്ടാവും. ഞാൻ എന്ത് ഹെയർ സ്റ്റൈൽ പറ്റും എന്ന് എനിക്കറിയത്തില്ല. തുള്ളി സമയം ഗൈസ്. ചേടാവട്ടെ ഗൈസ്, കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം സ്കൂളിലേക്ക് ഒരു ഹെയർ സ്റ്റൈൽ കിട്ടിക്കൊണ്ടായിരുന്നു. അതെന്നെ കിട്ടാനാണ് എൻ്റെ പ്ലാൻ. കാരണം എനിക്ക് വേറെ ഹെയർ സ്റ്റൈൽ കെട്ടാനും എന്തൊട്ടാണ് കെട്ടേണ്ടതെന്നുള്ളത് കണ്ടുപിടിക്കാനും പറ്റില്ല. കാരണം എനിക്ക് ഈ വീഡിയോ ഇന്ന് തന്നെ എഡിറ്റ് ചെയ്തിട്ടുള്ളൂ. അതിനാൽ അല്ലെങ്കിൽ ഞാൻ ചുമ്മാ പോണിട്ടയിൽ ഇട്ടേണ്ടി വരും. ഏത് വേണം? പോണിട്ടയിൽ ഇട്ടാം. Bye.